ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പേരുകാരി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കുറേ വൈകിട്ടുണ്ട്. ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് സമയം. അന്നേരം കുടിക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുക്കാൻ വന്നേ കേട്ടോ. അപ്പോഴത്തേക്ക് അതൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുടിക്കാൻ വെച്ചിരുന്ന വെള്ളം അങ്ങ് ചൂടായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ച് അത് ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ട്, പിന്നെ അതൊന്ന് ഇച്ചിരി ഒന്ന് ആറിയിട്ട് വെള്ളമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ച് അപ്പോഴത്തേക്കാണെങ്കിൽ ചേട്ടൻ പാലും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് എനിക്കൊരു കട്ടൻ ചായ ഇട്ട് തരാം. അങ്ങനെ പിന്നെ ഞാൻ ചേട്ടന് കട്ടൻ ചായ ഇടാൻ പോവുകയാണേ. ഇന്നാണെങ്കിൽ ഒരുപാട് ലേറ്റായിട്ടുണ്ട് കേട്ടോ, 7:30 ആയിട്ടുണ്ട്. എന്നും ഞാൻ രാവിലെ എണീറ്റ ഉടനെ അരി അടപ്പത്തിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇന്നാണെങ്കിൽ വിറകില്ല, വിറക് ഇനി പൊട്ടിച്ചെങ്കിലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് പിന്നെ ഇച്ചിരി കഴിയട്ടേയും പൊട്ടിച്ച് തരാം, ചായയൊക്കെ കുടിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചേട്ടന് കട്ടൻ ചായയൊക്കെ ഇട്ട് കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഇന്ന് പുട്ടും കടലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ അരിപ്പൊടി ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ രാത്രി ഇച്ചിരി ഒരു നാഴി അരി എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇന്നാണെങ്കിൽ ഒരു സ്പെഷ്യൽ പുട്ടാണേ. എന്നും ഉണ്ടാക്കുന്ന രീതിയിലല്ല, വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അരിപ്പൊടി മാത്രം വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് മോള് ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞേ. അപ്പോൾ അവരുടെ എല്ലാം അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഇന്ന് വീഡിയോ എടുക്കാമല്ലേ. അത് കാരണം ചേട്ടൻ്റെ കട്ടൻ ചായയും മോളുടെ ചായയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാണ്ട് ഈ കവർ പാൽ കൊണ്ടുവന്ന കവറാണ്. അതിനകത്ത് ചെറുതായിട്ട് പാലിൻ്റെ അംശമൊക്കെ കാണാം. അപ്പം അതിരുന്നാൽ ഒരു സ്മെല്ല് പോലെ വരും കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മസേന പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വരത്തില്ലേ, അങ്ങനെ അവർക്ക് നല്ല കഴുകി വൃത്തിയാക്കിയ കവറുകളൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. അതിനകത്ത് അഴുക്കോ സ്മെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ എടുക്കത്തില്ല. അത് കാരണം ഞാൻ അതെല്ലാം കഴുകി അങ്ങ് വെളിയിൽ കൊണ്ടുവന്ന് ഉണക്കാനിട്ട് കേട്ടോ. അങ്ങനെ പിന്നെ മോൾക്ക് ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അവൾക്ക് ചായയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാമായിരുന്നു കേട്ടോ. അങ്ങനെ മോളുടെ ചായയൊക്കെ അങ്ങ് ആറ്റി കൊടുക്കുകയാണ് കേട്ടോ. അവൾക്ക് പരീക്ഷ തുടങ്ങിയ കാര്യം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിലാണ്. ഇപ്പോൾ ഇനി നാളെ മാത്സ് പരീക്ഷയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അങ്ങനെ മോളുടെ ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പുട്ടിൻ്റെ കാര്യം, അരിപ്പൊടി മാത്രം വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നതെന്ന്. അത് ഫ്രിഡ്ജിനകത്തിരിക്കുക, ഫ്രീസറിനകത്ത്. നമ്മളാണെങ്കിലേ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ അധികം വരത്തില്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ചെറിയ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ഈ അധികം വരുന്ന ചോറെല്ലാം ഇട്ട് ഞാൻ ഫ്രീസറിൽ സൂക്ഷിക്കും. അപ്പോൾ അത് നല്ല അങ്ങ് ഫ്രീസായിട്ടിരിക്കും, ഐസ് പോലെ ആയിട്ടിരിക്കും കേട്ടോ. ഇതായിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതാണ് എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ കണ്ടെയ്നറിനകത്താണ് ചോറ് ബാലൻസ് വരുന്നത് ഇച്ചിരി ഇട്ടിട്ട് അതിപ്പോൾ ഫുള്ളായിട്ടുണ്ട്. ഫുള്ളായിട്ടെന്ന് വെച്ചാൽ ഒരാഴ്ച ഇച്ചിരി ചോറിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒരാഴ്ചത്തെ ചോറാണ്. ഇതാണ് കേട്ടോ, നല്ല ഫ്രീസായി നല്ല തരിതരിയായിട്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അരിപ്പൊടി ഇല്ലാന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് കാരണം ഞാൻ നാഴി അരി എടുത്ത് വെള്ളത്തിട്ടുണ്ട്, അത് ഊറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഐസ് ഒന്ന് പോകണം, എന്നാലേ നമുക്കതൊന്ന് പൊടിച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അത് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഐസും ഒക്കെ പോയി പിന്നെ ഈ അരിക്കകത്ത വെള്ളവും ഒന്ന് വാർന്ന് വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കടലക്കറിയാണ് ഇതിൻ്റെ കൂടെ വെക്കാൻ പോകുന്നത് കേട്ടോ. പുട്ടും കടലക്കറി. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിൽ വെള്ളം തണുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതൊക്കെ പോയി ഒരു സമാധാനമായിട്ടിരുന്നൊന്ന് കുടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഞങ്ങളുടെ സിറ്റൗട്ടിൽ പോയിരുന്നാണ്. ഞാൻ ഇങ്ങനെ അവധി ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരുന്ന് വെള്ളമൊക്കെ കുടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ അവിടെ എങ്ങാണോ വന്നിരുന്ന് അങ്ങ് കുടിക്കും. ഇതൊക്കെ എൻ്റെ കൊച്ചു ഗാർഡനാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികൾ നടുന്നത് കേട്ടോ. അപ്പം അതാണ്ട് സമയം ഇപ്പോൾ 8:15 കേട്ടോ. ഇനിയും വൈകിയാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം കഴിയും. 9 മണിയാകുമ്പോഴെങ്കിലും കാപ്പി കുടിക്കണ്ടേ. അപ്പോൾ ഇതാണ്ട് ആ ചോറ് ഐസ് മാറിയിട്ടില്ല. പിന്നെ ഞാനൊരു വലിയ പാത്രത്തിനകത്തോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് വെച്ച്. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് ചായ കുടിച്ച പാത്രങ്ങളൊക്കെ അവിടെ കിടക്കുന്നില്ലേ, അതങ്ങ് കയ്യോടെ കഴുകി വെക്കാമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ പുട്ടിൻ്റെ അരി പൊടിക്കുന്നത് അതും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാട് പാത്രം, പിന്നെ അതൊരു വലിയ ജോലിയായിട്ട് മാറും. അത് കാരണം ഞാൻ കയ്യോടെ ആ പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി മാറ്റി കേട്ടോ. അന്നേരം ഉള്ള പാത്രങ്ങൾ അന്നേരം അങ്ങ് കഴുകി മാറ്റിയാൽ നമുക്ക് ഒരുപാട് ഈ പാത്രം കഴുകൽ എന്നുള്ളൊരു വലിയ ജോലി ഒഴിവായി കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഉള്ളിയൊന്നും പൊളിച്ച് വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കടലക്കറിക്ക് വേണ്ടുന്ന ഞാൻ കൊച്ചുള്ളിയാണ് കടലക്കറിക്ക് ഇടുന്നത്. വെളുത്തുള്ളിയും കൊച്ചുള്ളിയുമാണ് ചേർക്കുന്നത്.
ഞാൻ ഇഞ്ചി ചേർക്കത്തില്ല കേട്ടോ. എനിക്ക് ഇഞ്ചി ഇട്ട് എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല കേട്ടോ, കറിക്കകത്തൊക്കെ ഇടുന്നത്. ചിലപ്പോഴെങ്ങാണൊക്കെ ഉള്ളൂ, ഞാൻ പീര വറ്റിക്കുമ്പോഴൊക്കെ ഉള്ളൂ മീൻ കറിക്കും ഇഞ്ചി ചേർക്കുന്നത്, അല്ലാതെ ഞാൻ ഇഞ്ചി ചേർക്കത്തേ ഇല്ല. പിന്നെ ഇഞ്ചിക്കറി ഇഷ്ടമാണ്, എന്നാൽ അത് ഇഞ്ചിക്കറിയുടെ ഫ്ലേവറിലല്ലേ വരുന്നത്. ഇതിനകത്ത് വേറെ കറികളിൽ ഇഞ്ചിയുടെ ഫ്ലേവർ എനിക്കിഷ്ടമല്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ പൊളിച്ചതെല്ലാം കടലയ്ക്കകത്തോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ വാട്ടിയൊന്നുമല്ല, ഉള്ളിയും വെളുത്തുള്ളിയൊന്നും വാട്ടിയൊന്നുമല്ല കടലക്കറി വെക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ കടലയ്ക്കകത്തോട്ട് തന്നെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞിട്ടിട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പുട്ടിന് തേങ്ങയും കൂടെ ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അരി പൊടിച്ചങ്ങ് പുട്ടാക്കിയാൽ മതി കേട്ടോ. അങ്ങനെ കടലയൊക്കെ വേവാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ പുട്ടിനുള്ള തേങ്ങയും തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ നേരത്തെ നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിരുന്ന ചോറില്ലേ, അതുണ്ട്, അത് നമുക്ക് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അത് നമ്മുടെ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കണം. ആ വെള്ളമെല്ലാം അങ്ങ് പിഴിഞ്ഞ് മാറ്റിയെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് നല്ല അത് ഇങ്ങനെ കുഴഞ്ഞൊന്നും പോകത്തില്ല കേട്ടോ, നല്ല പയറ് പോലെ തന്നെ കിടക്കും. നല്ല അത് നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ, ഒരു റബ്ബർ പോലെ ഇരിക്കും കേട്ടോ. അന്നേരം അപ്പോഴാണ് നോക്കിയപ്പോൾ ഉപ്പെല്ലാം തീർന്നിരിക്കുന്നത്. പിന്നെ ഉപ്പൊക്കെ അങ്ങ് ഇട്ട് വെച്ച് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും പൊടിച്ചെടുക്കാം. അതാണ്ട് അത് കുറേശ്ശെ നമ്മൾ ജാറിനകത്തോട്ട് ഇടുക, അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളാണെങ്കിൽ അതിനകത്ത് വേറൊന്നും ചേർക്കുകയൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഈ സമയത്ത് അങ്ങ് ഉപ്പിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സിക്കകത്തിട്ട് വെച്ചിട്ടേ ഇങ്ങനെ ക്രഷ് ചെയ്യത്തില്ലേ, അത് രണ്ട് വട്ടം ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കണ്ടാ ഞാൻ അങ്ങനെ പിടിച്ചുകൊണ്ടൊന്നും നിൽക്കുന്നില്ല, 2 വട്ടം ഒന്ന് തിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പം നോക്കിക്കോണം, നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയും ക്രഷ് ചെയ്താൽ മതി, ചോറല്ലേ അതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. നല്ല അരിപ്പൊടിയുടെ കണക്കായിട്ട് കിട്ടും കേട്ടോ. നല്ല പുട്ടിൻ്റെ പരുവത്തിലുള്ള അരിപ്പൊടിയുടെ കണക്കായിട്ട് നമുക്ക് ക്രഷ് ചെയ്യുമ്പം കിട്ടും. ഇപ്പോൾ തട്ടിയിടുമ്പോൾ കാണാം നിങ്ങൾക്ക്, കണ്ടോ, ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, അരിപ്പൊടി പോലെ കിട്ടും. ഇനി നമുക്ക് ബാക്കിയും കൂടെ അതേ കണക്ക് തന്നെ അതിനുള്ള ഉപ്പും ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. 2 പൾസ് ചെയ്താൽ മതി കേട്ടോ, അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ഇങ്ങനെ അരച്ചൊന്നും എടുക്കണ്ട കേട്ടോ, അങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കുകയൊന്നും വേണ്ട. പിന്നെ അരിപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പച്ചരി വെള്ളത്തിയിട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഈ അരിയൊന്നും വെള്ളത്തിയിടണ്ട കേട്ടോ, അരിപ്പൊടിയായിട്ടങ്ങ് അതിൻ്റെ കൂടെ ഇച്ചിരി അരിപ്പൊടിയും ആവശ്യത്തിന് അരിപ്പൊടിയും കൂടെ, അത്രയും തന്നെ അരിപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കടലക്കറി വെക്കാൻ നോക്കിയപ്പം കറിവേപ്പിലയില്ല, അങ്ങനെ പിന്നെ ഞാൻ പോയി കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് ചെയ്ത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പുട്ട് വാരി വെച്ചിട്ടുണ്ട്, അതിനും ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഇച്ചിരി ഉണക്കച്ചീനി എന്ന് വെച്ചാൽ ഉണക്കി വെച്ചേക്കുന്ന ചീനി ഉണ്ടല്ലോ, അത് ഇച്ചിരി അമ്മ തന്നായിരുന്നു കേട്ടോ. അതിവിടെ പാട്ടയിലിരുന്ന് ഞാൻ മറന്നു പോയിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് അതങ്ങ് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ അതെടുത്ത് വെള്ളത്തിലും ഇട്ട് പിന്നെ ഞാൻ കടലക്കറി വെക്കാനായിട്ട് ഒരുങ്ങണേ. എണ്ണ ഒഴിച്ച് കടുവിട്ട് വറ്റൽമുളകിട്ട് കറിവേപ്പിലയിട്ട് പിന്നെ ആണെങ്കിൽ അതൊന്ന് മൂത്ത് വരുമ്പം നമ്മൾ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉലുവാപ്പൊടി ഇത് ഇത്രയുടെ ചേർത്ത് നിന്ന് മൂപ്പിച്ചെടുത്തിട്ട് കടലയും തട്ടിയിടുക. കടല തട്ടിയിടുമ്പം 1 സ്പൂൺ കടല അതിൽ വെച്ചേക്കും കേട്ടോ, ഞാനതൊന്ന് അരച്ച് ചേർക്കാനായിട്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പോൾ ഞങ്ങൾ ആ കടലക്കറി റെഡി. പിന്നെ ഇച്ചിരി അരച്ച കടല ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത്. അപ്പം കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തിളച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞാൽ മതിയേ. അപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഞാനങ്ങ് പറക്കി അത് സ്ഥാനത്ത് വെച്ച് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ അവസാനം ചെയ്യുന്ന ജോലിയാണ് പാല് കാച്ചി വെക്കുന്നത്. ഇന്നാണെങ്കിൽ 9 മണിയായിട്ടുണ്ട്, അത് കാരണം ഞാനങ്ങ് നേരത്തെ പാലൊക്കെ കാച്ചി വെച്ച്, അല്ലെങ്കിൽ ഇനിയാകുമ്പം പിരിഞ്ഞു പോകും പാല് കേട്ടോ. അങ്ങനെ പാലൊക്കെ കാച്ചിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചോറ് വെച്ചില്ല കേട്ടോ. പിന്നെ ചീനി ഞാനൊന്ന് കുക്കറിനകത്തോട്ട് വെക്കുന്നത് ഉണക്കച്ചീനിയാണ്. ഞാൻ ഇതുവരെ ഞാൻ തന്നെ വെച്ച് തിന്നിട്ടില്ല, അമ്മയൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ട് ഞാൻ. ഞാൻ വിചാരിച്ച് ഉണക്കച്ചീനി അല്ലേ എന്ന് വിചാരിച്ച് ഞാനിത് കുക്കറിൽ വെച്ചത് കേട്ടോ. അപ്പോഴത്തേക്ക് ചേട്ടൻ കാപ്പി കുടിച്ചിട്ട് വിറകൊക്കെ പൊട്ടിച്ച് തന്നിട്ടുണ്ടേ. അങ്ങനെ ഞാൻ തീയൊക്കെ പറ്റിച്ച് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളവും ഞാനങ്ങ് അടുപ്പത്ത് വെച്ച്. അപ്പോഴത്തേക്ക് എനിക്കൊരു പണി കിട്ടി, കണ്ടോ, ചീനി പായസമായിപ്പോയി. 2 വിസിൽ കേട്ടതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ചീനി പായസമായിപ്പോയി. പിന്നെ ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കഴുകിയൊക്കെ എടുത്ത് ഊറ്റിയൊക്കെ എടുത്ത് ഇനി എന്തോ ആവുമെന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അരിയൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ട്. അരി കഴുകിയിട്ടിട്ട് പിന്നെ ആ ചോറ് കലത്തിൻ്റെ മണ്ടയിൽ തന്നെ ഞാൻ കുടിക്കാനുള്ള വെള്ളം കുറച്ചുകൂടെ അങ്ങ് വെക്കാം കേട്ടോ.
അപ്പോഴത്തേക്ക് ദാണ്ട വങ്കട മീനാണേ. നമുക്ക് അതിന് തേങ്ങയൊക്കെ ഞാൻ വറുക്കാനായിട്ട് തിരുമ്മി വെച്ചപ്പോഴത്തേക്ക് അമ്മാളും അച്ഛനും കൂടെ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ പോയതാണ് കേട്ടോ. ഭയങ്കര ചൂടല്ലേ, കൊച്ചുങ്ങൾ ഉച്ചയ്ക്കാണ് പരീക്ഷയും കഴിഞ്ഞ് വരുന്നത്. അപ്പോൾ അവർക്ക് ഇച്ചിരി തണുത്ത ഫ്രൂട്ട്സ് ജ്യൂസ് അടിക്കാനൊക്കെ ഇച്ചിരി മേടിക്കാൻ ഞാൻ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. അങ്ങനെ വന്ന ഉടനെ ഞാൻ ചൂടത്ത് വന്നേ അമ്മ എനിക്ക് ഇച്ചിരി തണ്ണിമത്തങ്ങ മുറിച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എല്ലാവർക്കും ഓരോ കഷ്ണം തണ്ണിമത്തങ്ങ മുറിച്ചും കൊടുത്ത് ഞാനും ഒരു കഷ്ണം കഴിച്ച് അവിടെ നിന്ന് തന്നെ ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ആണെങ്കിൽ നമുക്ക് വങ്കടയാന്ന് പറഞ്ഞില്ലേ, അത് കാരണം ഞാൻ വിചാരിച്ച് ഇച്ചിരി വറുത്തരച്ചൊക്കെ ഒന്ന് വെക്കാമെന്ന് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ വറുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ആദ്യം അങ്ങ് വറുത്തെടുക്കും കേട്ടോ. എന്നിട്ട് വറുത്ത് കഴിയുമ്പം അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ തേങ്ങ വറുക്കുന്നത് കേട്ടോ. പിന്നെ ദാണ്ട മീനൊക്കെ വെട്ടി കഷ്ണങ്ങളാക്കി വെട്ടി ഞാൻ നേരത്തെ വെച്ചിരുന്നത് കേട്ടോ. പിന്നെ കഷ്ണങ്ങളാക്കി അതിനകത്തോട്ട് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ചേർത്ത് വെച്ച്. പിന്നെ ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലേ, അത് അങ്ങ് ജാറിനകത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് കഴുകി അതിനകത്ത് മിക്സിയുടെ ജാറെല്ലാം കഴുകി അതിനകത്ത് ഒഴിച്ച് കൈ വെച്ച് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് യോജിപ്പിക്കും. ഞാനെപ്പോഴും അങ്ങനെയാണ്, ആദ്യം കൈ വെച്ചൊന്ന് യോജിപ്പിച്ചതിന് ശേഷം പിന്നെ ഉപ്പൊക്കെ ഇട്ട് കരണ്ടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അധികം വേവില്ലാത്ത അരിയാണ്. ഒരു മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ ആകുമ്പം വേവും കേട്ടോ. മട്ട അരിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ നേരത്തെ മുന്തിരിങ്ങ കൊണ്ടുവന്നില്ലേ, അത് ഞാനാണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞാൻ ടിന്നിനകത്തിട്ട് അടച്ചു വെക്കാൻ പോവാണേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വായിലോട്ട് കുറേ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ കഴിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എടുത്ത് കഴിക്കാൻ ഞാനങ്ങ് മറന്നു പോകും കേട്ടോ. അത് കാരണം പിന്നെ ഞാൻ ഇപ്പം അങ്ങ് 5 വായിലിട്ടത് കേട്ടോ. എന്നിട്ട് പിന്നെ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ ചീനി വേവിച്ച് വെച്ചില്ലേ, അതിന് ഇത്തിരി അരപ്പ് റെഡിയാക്കണം കേട്ടോ. അത് ഞാനെങ്കിൽ ഈ ഇടികല്ലിനകത്തിട്ട് ഇടിച്ചാണ് എടുക്കുന്നത്. അതിനകത്തോട്ട് 2 പച്ചമുളകും കയ്യിലൊക്കെ അതിൻ്റെ മുളകിൻ്റെ അരി ഉണ്ടല്ലേ അത് തെറിച്ച് വീണ് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആദ്യം അങ്ങ് ഇടിക്കും കേട്ടോ. ആദ്യം അങ്ങ് ഇടിച്ചിട്ട് പിന്നെ തേങ്ങയിട്ട് ഒന്ന് ഒതുക്കിയിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് പിന്നെ കറിവേപ്പില ഇടും കേട്ടോ. അതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയെടുക്കും. നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ട് ഇനി നമുക്ക് ഇത് അരപ്പിനകത്താണ്ട് ഞാൻ കഴുകിയൊക്കെ എടുത്ത് ചെയ്ത് കേട്ടോ. അതിനകത്ത് ബിളബിളായിരുന്നേക്കെ ഞാനങ്ങ് വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞു കേട്ടോ. പിന്നെ ബാലൻസ് ഉള്ളത് അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ അതിനകത്തോട്ട് അരപ്പും ഇട്ട് ഉപ്പും ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാവാനായിട്ട് വെച്ച്. പിന്നെ ദാണ്ട ഈ കോലിയുണ്ട്, അതെൻ്റെ തവിയുടെ കൈയാണേ. അത് ഒടിഞ്ഞപ്പം പിന്നെ ഞാൻ ചക്ക ഇളക്കാനും ചീനി ഇളക്കാനും ഒക്കെ അതാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ ബാക്കി ബാലൻസ് ഇപ്പം എല്ലാ ജോലിയും നമ്മൾ ഒതുങ്ങി വരുമ്പോൾ പിന്നെ ഒരു ഇച്ചിരി പാത്രമോടെ കാണുമല്ലേ, അതെല്ലാം ഞാനങ്ങ് കഴുകി അങ്ങ് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മീൻകറിയും വെന്തിട്ടുണ്ട്, ചീനി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയാണെങ്കിൽ നമുക്കിവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ മാത്രം മതി കേട്ടോ. അപ്പം എന്താ നോക്കിയാൽ ഞാനാണെങ്കിൽ അവിടെ വേണ്ട ഞൊടിയിടയിൽ വൃത്തിയാക്കിയതുണ്ടോ, നിങ്ങൾക്ക് ഇങ്ങനെ പറ്റുമോ? ഉണ്ടോ? ഞാൻ എല്ലായിടും വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ചേട്ടൻ വിറവ് കീറിയിട്ടിട്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ അതൊക്കെ ഒന്ന് പറക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ജോലികളെല്ലാം തീർന്നിട്ടുണ്ട്. തൂപ്പൂടെ കഴിയുമ്പോൾ തീരെ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് കണക്ക് തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുകയും വെക്കുകയും വേണം. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ്ട് ഇന്നത്തെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി രാത്രി മാത്രമേ ഉള്ളൂ പണി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.